ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ 7300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൌരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗാർ നിയമന മേളയുടെ 12ാം ഘട്ടം നാളെ. ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി വിർച്വലായി സംവദിക്കും. തിരുവനന്തപുരത്തെ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകുന്നതിനെതിരെ പ്രതിഷേധം. വോട്ടിംഗ് സാമഗ്രികൾ നശിപ്പിച്ച പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തും. വയനാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം പുരോഗമിക്കുന്നു. അണ്ടർ 19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ പോരാട്ടം ഉച്ചയ്ക്ക് 1:30-ന്. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. ഛാബുവയിൽ 7300 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ഛാബുവ ജില്ലയിൽ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ആഹാർ അനുദാൻ പദ്ധതിയുടെ പ്രതിമാസ ഗഡു വിതരണവും പ്രധാനമന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ ഗോത്രവിഭാഗത്തിന് ആധിപത്യമുള്ള ജില്ലകളിൽ നിന്നുമുള്ള യുവാക്കൾക്ക് സേവനം നൽകുന്ന താന്ത്യ മാമ ഭിൽ സർവകലാശാലയുടെ തറക്കല്ലിടലും അദ്ദേഹം നടത്തും. സ്വാമിത്വ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് 1.75 ലക്ഷം രേഖകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കമിടും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ മഹാരാഷ്ട്രയിൽ. ഗോണ്ടിയ ജില്ലയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശിലാസ്ഥാപന ചടങ്ങിലും ഗോണ്ടിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകൻ മനോഹർ ഭായ് പട്ടേലിന്റെ 118ാം ജന്മവാർഷിക പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൌരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ET Now ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CAA പൌരത്വം നൽകാനുള്ള നടപടിയാണെന്നും ആരുടെയും പൌരത്വം എടുത്തുകളയുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പീഡിപ്പിക്കപ്പെടുന്ന അമുസ്ലിം കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൌരത്വം നൽകാനാണ് ലക്ഷ്യം. 2019 ഡിസംബറിലാണ് പൌരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം നൽകുന്നതിന് ആവിഷ്കരിച്ച റോസ്ഗർ മേളയുടെ 12ാം ഘട്ടം നാളെ നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിയമന ഉത്തരവുകൾ കൈമാറും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയെ സ്ഥിരം അംഗമാക്കുന്നതുൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിൽ അടിയന്തര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിപ്പോവ്. ഇന്ത്യ സുരക്ഷാ സമിതിയിലെ സ്ഥിരം അംഗമാകുന്നത് ഗ്ലോബൽ സൌത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിലും സുപ്രധാന പങ്കുവഹിക്കുമെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഹൽദ്വാനി ആക്രമണം സംബന്ധിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരവിട്ടു. സമീപ പ്രദേശങ്ങളിൽ നിന്ന് കർഫ്യൂ പിൻവലിച്ചെങ്കിലും ആൾക്കൂട്ട ആക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രമായ ബൻഭൂൽപുരയിൽ കർഫ്യൂ തുടരുകയാണ്. നഗരത്തിൽ ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചു. അതിനിടെ അക്രമത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ മാലിക്കിനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബൻഭൂൽപുര പ്രദേശങ്ങളിലെ കയ്യേറ്റ വിരുദ്ധ നടപടികളെ തുടർന്നാണ് വ്യാഴാഴ്ച നഗരത്തിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. അക്രമങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബീഹാറിൽ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ നാളെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടും. നിലവിലെ സ്പീക്കറും RJD അംഗവുമായ അവധ് ബിഹാരി ചൌധരിയെ നീക്കം ചെയ്യാനുള്ള ട്രഷറി ബെഞ്ച് അംഗങ്ങളുടെ പ്രമേയവും നാളെ പരിഗണിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ മഹേശ്വർ ഹസാരിയാണ് സഭാ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിയമസഭയുടെ സെൻട്രൽ ഹാളിൽ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യും. പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 100 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ വോട്ടിന്റെ പവിത്രത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ തെഹ്രീക്ക്-ഇ-ഇൻസാഫ് പാർട്ടി രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം നൽകി. പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് സമാധാനപരമായ പ്രതിഷേധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് പാർട്ടി ആഹ്വാനം നൽകിയത്. പാകിസ്ഥാനിൽ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വോട്ടിംഗ് സാമഗ്രികൾ തട്ടിയെടുത്ത് കേടുവരുത്തിയതുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നാണ് നടപടി. ജനക്കൂട്ടം വോട്ടിംഗ് സാമഗ്രികൾ നശിപ്പിച്ചതിനെ തുടർന്ന് 26 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് നടക്കും. അതിനിടെ വോട്ടെണ്ണൽ പ്രക്രിയ 48 മണിക്കൂറുകൾ പിന്നിട്ടതായും ഫലപ്രഖ്യാപനം അന്തിമഘട്ടത്തിലാണെന്നും വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വയനാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം ഉടനെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ആന ഉള്ളത് ഉൾവനത്തിലാണെന്നും ആനയുടെ ആരോഗ്യസ്ഥിതി നോക്കി മയക്കുവെടി വയ്ക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. മയക്കുവെടി വെച്ച് പിടിക്കുന്ന ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ആനയ്ക്കായി ദൌത്യസംഘം വനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഉച്ചയ്ക്ക് 1:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ജംഷഡ്പൂരിലെ JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുമായി സഹകരിച്ച് അഗത്തി, കവരത്തി ദ്വീപുകളിൽ നിയമ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് J ദേശായി ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉന്നതതല സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സമിതി രൂപീകരിച്ച ശേഷമുള്ള പ്രവർത്തനങ്ങളും നിലവിലെ നടപടികളും യോഗം അവലോകനം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിയാലോചനകൾ തുടരുന്ന കമ്മിറ്റി പാർലമെന്റ് അംഗം P. വിൽസന്റെ നേതൃത്വത്തിലുള്ള DMK പാർട്ടി പ്രതിനിധി സംഘവുമായി ആശയവിനിമയം നടത്തി. 15ാം ധനകാര്യ കമ്മീഷൻ മുൻ ചെയർമാൻ NK സിംഗ്, ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ സുഭാഷ് C. കശ്യപ്, മുൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹിയിൽ ശൈത്യം തുടരുന്നു. ഇന്ന് കുറഞ്ഞ താപനില 7 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കാൻ സാധ്യത. ഇന്നലെ ഡൽഹിയിലെ കുറഞ്ഞ താപനില 5.2 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിരുന്നു. ചെന്നൈ ഓപ്പൺ ATP ചലഞ്ചറിൽ ഇന്ത്യൻ ജോഡികളായ രാംകുമാർ രാമനാഥൻ, സാകേത് മൈനേനി സഖ്യത്തിന് പുരുഷ ഡബിൾസ് കിരീടം. ചെന്നൈയിലെ SDAT ടെന്നീസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിക്കി പൂനാച്ച, ഋത്വിക് ബൊള്ളിപ്പള്ളി സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ ഇറ്റലിയുടെ ലൂക്ക നർദിയെ നേരിടും. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് FIH 1ാം റാങ്ക് ടീമായ നെതർലൻഡ്സിനെ നേരിടും. 75ാമത് അന്താരാഷ്ട്ര ബോക്സിംഗ് ടൂർണമെന്റ് സ്ട്രാൻജ 2024 ഫൈനലിൽ 6 ഇന്ത്യൻ ബോക്സർമാർ ഇന്ന് പോരാട്ടത്തിനിറങ്ങും. നിഖാത് സറീൻ, അമിത് പൻഘാൽ, അരുന്ധതി ചൌധരി, ബരുൺ സിംഗ് ഷഗുൽഷേം, സച്ചിൻ, രജത് എന്നിവരാണ് അതത് വിഭാഗങ്ങളിൽ സ്വർണ്ണ മെഡലിനായി മാറ്റുരയ്ക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ 7300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൌരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കേന്ദ്ര സർക്കാരിന്റെ റോസ്ഗർ നിയമന മേളയുടെ 12ാം ഘട്ടം നാളെ. ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി വെർച്വലായി സംവദിക്കും. തിരുവനന്തപുരത്തെ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ പങ്കെടുക്കും. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വൈകുന്നതിനെതിരെ പ്രതിഷേധം. വോട്ടിംഗ് സാമഗ്രികൾ നശിപ്പിച്ച പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തും. വയനാട്ടിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം പുരോഗമിക്കുന്നു. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ പോരാട്ടം ഉച്ചയ്ക്ക് 1:30. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.